ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് പയ്യോളി ബീച്ചിലാണ് കേട്ടോ. ഇവിടെയാണ് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫ് വീടുള്ളത്. ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരാറുള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ രാത്രി ഇങ്ങോട്ട് വരാനായിട്ടില്ല. അതിൻ്റെ ടെൻഷൻ മാറ്റാനായിട്ട് രാവിലെ കട്ടൻ കുടിച്ചിറങ്ങിയതാണ് കേട്ടോ. നടക്കാനുള്ള ദൂരമുള്ളൂ. അവരെ മുറ്റത്ത് നോക്കിയാൽ നമുക്ക് കടൽ കാണാം കേട്ടോ. അത്ര അടുത്താണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഏട്ടൻ മീൻ പിടിക്കുന്നത് കണ്ടിട്ടോ. അത് അത്ഭുതത്തോടെ നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് പിടിക്കുന്നത് കാണുന്നത്. അപ്പോൾ അത് കുറേ നേരം നോക്കി നിന്നു. എപ്പോൾ കണ്ടാലും ഒരു മടുക്കാത്ത സ്ഥലമാണല്ലേ കടൽ. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ അവിടെ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു കേട്ടോ. മക്കൾക്ക് ഭയങ്കര കൗതുകമാണ്. മക്കൾക്ക് മാത്രമല്ല, എനിക്കും കൗതുകമാണ് കേട്ടോ. മക്കളിങ്ങനെ തിര വരുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് തിര അടിച്ച് വരുമ്പോൾ ഒരൊറ്റ ഒട്ടാട്ടോ ബേക്കോട്ടെ. അങ്ങനെ അവർ കുറേ നേരം കണ്ടില്ലേ, അവർ കുറേ നേരം ഇങ്ങനെ കളിച്ച്. അപ്പോൾ അവർക്ക് കുറേ നേരം നോക്കി നിന്നു. പിന്നെ വിശക്കാൻ തുടങ്ങി. കട്ടൻ കുടിച്ച് വന്നതല്ലേ, പിന്നെ ദാ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ കാലിലൊക്കെ നിറയെ മണ്ണാണ് കേട്ടോ. മോളെ ഡ്രസ്സെല്ലാം നനഞ്ഞു. മോള് രാവിലെ തന്നെ പോകാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം കാലിൽ കണ്ടില്ലേ, ഫുൾ മണ്ണാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതാ കാണുന്നതാണ് കേട്ടോ നമ്മളെ വീട് ഇത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കണ്ടില്ലേ, ഇത്ര ദൂരമേ ഉള്ളൂ കടൽ കേട്ടോ. അപ്പോൾ അവിടെ അത്ര ദൂരമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുകയാണ്, രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോയാണ് കേട്ടോ. ഞാൻ പൊറാട്ടയും നൂൽപുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് രാവിലെ കഴിച്ചത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്കൊരു കട്ടൻ ചായ, എന്താ അടിപൊളി ടേസ്റ്റ് അല്ലേ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പിന്നെ നല്ല രാത്രിക്കത്തെ നെയ്ച്ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നെയ്ച്ചോറും ചിക്കൻ കറിയും കൂട്ടി ഒരു പിടി പിടിച്ച് പിന്നെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങാണ് കേട്ടോ. മോള് ഭയങ്കര കരച്ചിൽ, വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെ അനുനയിപ്പിച്ച് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ അവിടുന്ന് ബൈ പറഞ്ഞിറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.